എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ പുട്ടും പഴവും കോംബോ അല്ലേ? എന്നാൽ അതിന്ന് കുറച്ചുകൂടി ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്താലോ? അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. എടുത്തത് വറുത്ത റവയാണെങ്കിലും ഞങ്ങൾ ഇവിടെ ഒരിക്കൽ കൂടി റവ ചൂടാക്കിയാണ് റവ പുട്ട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് ഇവിടെ 2.5 ഗ്ലാസ് റവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. റവപ്പൊടിയെ ഒരു പാനിലേക്ക് ഇട്ട് കുറച്ച് നേരം വരട്ടി കൊടുക്കണം. ചെറു തീയിൽ വേണം വരട്ടാനായിട്ട്. കുറച്ച് നേരം വരട്ടി കഴിയുമ്പോൾ ഒരു ബ്രൗണിഷ് ലുക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. നമ്മളിവിടെ 4 പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ പഴങ്ങളെ ചെറു കഷ്ണങ്ങളായിട്ട് അരിയണം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച റവപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് റവപ്പൊടിയെ ഒന്ന് കുഴച്ചെടുക്കണം. പുട്ടിന് കുഴയ്ക്കുന്ന ആ ഒരു ടെക്സ്ചർ വരുമ്പോൾ കുറച്ച് തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കണം. ഇനി നേരത്തെ അരിഞ്ഞു വെച്ച പഴം കൂടി ഇതിലേക്ക് ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ സാധാ പുട്ട് വേവിക്കുന്നത് പോലെ തന്നെ ഫസ്റ്റ് തേങ്ങ, പിന്നീട് ഈ ഒരു മിക്സ്, അത് കഴിഞ്ഞ് തേങ്ങ, അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു മിക്സ്, അത് കഴിഞ്ഞ് പിന്നെയും തേങ്ങ വെച്ച് ക്ലോസ് ചെയ്ത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ പുട്ട് വേവിക്കാൻ എത്ര സമയം എടുക്കും, നമ്മൾ ആവി വരുന്നത് അതെടുക്കും. എന്നാൽ ഇതിൽ ആവി വന്നാൽ ഒരു കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചിരുന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും പനിയൊക്കെ വന്നാൽ പുട്ടും പഴവും കഴിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നിയാൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പഴത്തെ ഡയറക്റ്റ് ആയിട്ടാണ് റവ പൊടിയിലേക്ക് മിക്സ് ചെയ്തത്. എന്നാൽ അല്ലാതെ നമുക്ക് ഈ പഴത്തിനെ വേവിച്ചിട്ട് അരിഞ്ഞ് അങ്ങനെ നമുക്ക് ഈ റവ പൊടിയിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. പിന്നെ റവയിൽ മാത്രമേ ഈ ഒരു പുട്ട് ചെയ്യാൻ പറ്റൂ എന്നൊന്നില്ല. ഏതൊരു മാവിൻ്റെ കൂടെയും നമുക്ക് ഈ പുട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.